സുഗമോദേവിയിൽ പുതിയ എപ്പിസോഡിൽ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നന്ദൻ പറയുന്നുണ്ട്, അച്ഛനൊരു പൊതുപ്രവർത്തകനല്ലേ, അപ്പൊ അച്ഛൻ ഒരു കുറ്റവാളിയെ രക്ഷിക്കാമോ, ഞാൻ പോയി കീഴടങ്ങിക്കോളാം അച്ഛ എന്നൊക്കെ നമ്മൾ സിദ്ധാർത്ഥനോട് നമ്മുടെ നന്ദൻ പറയുന്ന രംഗങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യം കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നീ ഇപ്പൊ കീഴടങ്ങാൻ വരട്ടെ, ആദ്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം, നീ ഇപ്പൊ സമാധാനത്തിൽ മുറിയിലിരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദനെ മുറിയിലെടുത്തിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ പോകുന്നൊരു രംഗമാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം പതിവ് പോലെ നമ്മുടെ കാർത്തികേയനും നമ്മുടെ കലാവതിയും കണ്ടുമുട്ടുന്ന ഒരു രംഗമാട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ കലാവതി പറയുന്നുണ്ട്, ദേവി ജീവനോടെ ഉണ്ടല്ലോ അല്ലേ, നീ അവളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മുടെ കലാവതി ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, നീ എന്തിനാ ചെയ്യാൻ പറയാത്ത പണിയും കൂടി ചെയ്തത്, നീ എന്തിനാ മീരയെ കൊന്നൊടുക്കിയത് എന്ന് നമ്മുടെ കലാവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ കാർത്തികേയൻ, ഞാനോ മാഡം കൊന്നിട്ടിപ്പോൾ അത് നൈസായിട്ട് എൻ്റെ തലയിലാക്കാൻ നോക്കുന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കലാവതി നമ്മുടെ കാർത്തികേയനെ കുത്തിന് പിടിക്കുന്നുണ്ട്, എന്താവാ നീ പറഞ്ഞു, ഞാൻ എൻ്റെ കൊച്ചിനെ കൊല്ലാനോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാർത്തികേയൻ അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് കേട്ടോ, മാഡം അല്ലേ പ്രഭാവതി മാഡത്തിന് എന്താണ്ടും പണി ഒപ്പിക്കാൻ വേണ്ടി നടന്നിരുന്നത്, അങ്ങനെ ഒപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്തത് മാഡം അല്ലാന്ന് മാഡം ആണ് എങ്കിലോ അങ്ങനെയൊക്കെ നമ്മുടെ കാർത്തികേയൻ പറയുന്നുണ്ട്. അത് ശരിയായിട്ട് നമ്മുടെ പ്രഭാവതിക്കിട്ട് ഒരു 8ന്റെ പണി കൊടുക്കാനുള്ള നമ്മുടെ കാർത്തികേയൻ അവിടെ എത്തിയത്. അപ്പൊ നമ്മുടെ മീരയുടെ കൊലപാതകത്തിന് പിന്നിൽ നമ്മുടെ കലാവതിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പക്ഷെ കലാവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവനല്ലേ കൊന്നത്, വേറെ ആരായിരിക്കും, ഇവൻ എന്തായാലും വെറുപ്പിച്ചാൽ പണിയാണ് എന്നൊക്കെ നമ്മുടെ കലാവതി മനസ്സിൽ വിചാരിച്ച പിന്നെ കാർത്തികേയനായിട്ട് സൗമ്യതയിലാട്ടോ പോകുന്നത്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ദേവിയുടെ വീടാട്ടോ, മാധവേട്ടന്റെ വീടാട്ടോ. അപ്പൊ അവിടെ നമ്മുടെ രാധികയും നമ്മുടെ ദേവിയുടെ അനിയത്തിയും നമ്മുടെ ഗുണ്ടകൾ വന്ന് ബലരാമന്റെ ഗുണ്ടകൾ വന്ന് അടിയാണ്. അവര് പറയുന്നുണ്ട്, സാറിന് ഒരേ ഒരു മോളെയാണ് നിന്റെ മോളും ഭർത്താവും കൂടി കൊന്നൊടുക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭയങ്കര അടിയാട്ടോ. അപ്പൊ നമ്മുടെ കാർത്തികേയൻ അവിടെ രക്ഷകനായിട്ട് വന്ന് ഗുണ്ടകളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ബലരാമൻ സാറിന് ഞാൻ വിളിച്ച് പറഞ്ഞോളാം, നിങ്ങളിപ്പോൾ ഇവിടുന്ന് പോ എന്നൊക്കെ നമ്മുടെ കാർത്തികേയൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ഗുണ്ടകൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ദേവിയുടെ അമ്മ രാധിക ഇങ്ങനെ നമ്മുടെ കാർത്തികേയന്റെ മുന്നിൽ തൊഴു കൈകളുമായി നിൽക്കുന്ന ഒരു രംഗമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാർത്തികേയ ഒത്തിരി നന്ദി, കാർത്തികേയൻ വന്നില്ലായിരുന്നു എങ്കിൽ ഞങ്ങളിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാർത്തികേയൻ പഞ്ചഭാവത്തിനെ പോലെ, നിങ്ങളുടെ രക്ഷകനായിട്ട് ഞാൻ എന്നും ഉണ്ടാകും, നിങ്ങൾ ഫുഡ് കഴിച്ചോ, ഫുഡ് കഴിക്കാതിരുന്നിട്ട് എന്തിനാ, ഞാൻ മാധവേട്ടനെയും ദേവിയെയും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തികേയൻ അവരുടെ വിശ്വാസമൊക്കെ അങ്ങോട്ട് പിടിച്ചു പറ്റുവാട്ടോ. എന്നിട്ട് അവരെ കൊണ്ട് ഫുഡൊക്കെ കഴിപ്പിക്കുന്ന ഒരു രംഗവും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മുടെ ദേവീനെയും കാണിക്കുന്നുണ്ട്. ദേവിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ്, മീര അന്ന് മരിച്ച ആ ഒരു ഓർമ്മകളിലാണ് നമ്മുടെ ദേവി ഇപ്പോഴും. മീരയില്ല, നന്ദന്റെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും, എനിക്കിനി ഇവിടെ നിന്നും ഒരു മോചനം ഉണ്ടാകുമോ, എന്നെ പോലത്തെ ഒരു വിധി വേറെ ആർക്കും ഉണ്ടാകില്ലല്ലോ ഈശ്വര, നന്ദന്റെയും എൻ്റെയും വിവാഹകാര്യം അനൗൺസ് ചെയ്യാനിരുന്ന അന്ന് ഇങ്ങനെ ഒരു വിധി എന്നെ തേടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി ഇങ്ങനെ സ്വയമായിട്ട് എണ്ണിപ്പിറക്കുന്നൊരു രംഗങ്ങളും കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പറയുന്നൊരു രംഗങ്ങളും ആട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ സുഗമോദേവിയിൽ ഇനി ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതാണ് ഇനി വരാൻ പോകുന്ന ഒരു മെയിൻ ഘടകട്ടോ. ആ ഒരു റിസൾട്ട്, ആ ഒരു റിപ്പോർട്ടാണ് നമ്മുടെ കഥാഗതിയെ മാറ്റിമറിക്കാൻ പോകുന്നത്. ആരാണ് യഥാർത്ഥ കൊലയാളി അല്ലെ പ്രേക്ഷകർ, നിങ്ങൾക്ക് ആരാണെന്നാണ് തോന്നുന്നത്? നമ്മുടെ പ്രകാശ് ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ കലാവതിയോ, കാർത്തികേയനോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കുമോ? കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.